അത് വലിയ ഒരു ലോകമാണ്. ആ കാഹളത്തിലൂടെ അങ്ങ് ഊതിയാൽ, സാധാരണ നിങ്ങളൊരു കുഴലിലൂടെ ഊതിയാൽ അപ്പുറത്ത് കാറ്റ് ശക്തിയായി ചെല്ലും. നമ്മൾ പലപ്പോഴും അത് പരീക്ഷിക്കാറുള്ളതാണ്. അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മളത് പരീക്ഷിക്കാറുള്ളതാണ്. ഇതൊരു വലിയ കൊടുങ്കാറ്റായിട്ട് വരണം, വലിയ ഘോര ശബ്ദമായിട്ട് വരണം. ആ കാറ്റിലൂടെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിശക്തമായി കുലുങ്ങണം, അതിന്റെ അകത്തുള്ളതെല്ലാം പുറത്തു വരണം. വഇദൽ ഖുബൂറു ബുഅ്സിറത് ഇദസ് ശംസു കുവിറത് ഇദസ് സമാഉ ശഖ്ഖത് വഇദൻ നുജൂമു കദറത്, ആകാശഭൂമികൾ പൊട്ടിപ്പിളരണം, ഈ ഭൂമിയിലുള്ള പർവ്വതങ്ങൾ പറന്നു പോകണം. ഈ ഭൂമിയിലുള്ള പർവ്വതങ്ങൾക്ക് മുകളിലൂടെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴണം, ചന്ദ്രനും സൂര്യനും കൂട്ടിയിടിക്കണം. അത് കാണുമ്പോൾ മുലയൂട്ടുന്ന പെണ്ണുങ്ങളാ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകണം, എല്ലാ സ്ത്രീകളും പ്രസവിച്ചു പോകണം, ഗർഭിണികൾ. അങ്ങനെ ലോകം മുഴുവൻ ഭയവിഹ്വലമായി നിൽക്കുന്ന ബീഭത്സമായ ഇടിയുടെയും മിന്നലിന്റെയും മഹാപ്രവാഹം സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ കാഹളത്തിന്റെ ശക്തി കൊണ്ട് ലോകം വിറകൊള്ളണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അങ്ങനെ ഒന്നെനിക്കറിയാമായിരിക്കെ ഞാൻ എങ്ങനെയാണ് ഈ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കുക? തേരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ് ഗിർ രഹാ ഹൂ മുझे भी संभालो, अपने प्यारे नवासों का सदका, अपने प्यारे नवासों का सदका, या नबी मेरी झोली में डालो. ഹബീബായ റസൂൽ ഭൂമിയിൽ സുഖിച്ച് ജീവിച്ചയാളല്ല. അവിടുന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ ഈ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കുക? കാരണം അത്രയും ഭീകരമാണ് സൂറെന്ന കാഹളത്തിലുള്ള ആ ഊത്ത്. അതാണ് ഒന്നാമത്തെ ഊത്ത്. ആ ഊത്തിൽ ഈ പ്രപഞ്ചമാകമാനം നശിക്കും. നമ്മളിങ്ങനെ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി ഓതുന്ന ഓരോന്നും ആ ഒന്നാമത്തെ ഊത്തിലുണ്ടാവുക. അവിടെയാണ് അല്ലാഹു രണ്ടാമത്തെ ഊത്ത് ഊതാൻ കൽപ്പിക്കുക. ആ ഊത്തിലൂടെ ഈ ലോകത്തുള്ള എല്ലാവരും മരിച്ചു പോകും. നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ, ആദം നബി അലൈഹിസ്സലാം മുതൽ എത്ര മനുഷ്യരിങ്ങനെ മരിച്ചു പോകുന്നു. ഇനി ഇവരൊക്കെ മരിക്കണ്ടേ? ഇവരെല്ലാവരും കൂടെ എന്നൊക്കെ മരിക്കുക? അങ്ങനെ എല്ലാവരും മരിച്ചു പോയാലും പിന്നെയും ഉണ്ടാവൂലേ കോടാന കോടിക്കണക്കിന് പേർ, ജീവജാലങ്ങൾ, മലക്കുകൾ, മനുഷ്യർ, എന്തെല്ലാം. അവയെല്ലാം മരണപ്പെടുന്നതാണ്, എല്ലാം മരണപ്പെടുന്നതാണ്. എല്ലാം രണ്ടാമത്തെ ഊത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹു തന്നെ ആ കാര്യം പറയുന്നുണ്ടല്ലോ. എല്ലാം അടങ്ങി, ആര് മാത്രം ബാക്കിയായി? അല്ലാഹു മാത്രം. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇതൊക്കെ കഴിയുന്ന ഒരേ ഒരു ശക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ്. വേറെ ആർക്കും അതൊന്നും കഴിയില്ല. എന്ത്? എല്ലാം അങ്ങ് നശിപ്പിക്കുക. ബോംബുണ്ടാക്കാനും എവിടെയെങ്കിലും അണുബോംബ് വർഷിക്കാനും ഏതെങ്കിലും ഒരു ഭാഗം നശിപ്പിക്കാനും ഒക്കെ മനുഷ്യന് കഴിഞ്ഞേക്കാം. സംഹാരകൻ, ഇതെല്ലാം സംഹരിക്കുന്ന അത് അല്ലാഹുവാണ്. അത് അല്ലാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ ഖഹാറാണ്, അവൻ ജബ്ബാറാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം അതാ നശിച്ചു കിടക്കുകയാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ആദരവിന്റെയും മഹത്വത്തിന്റെയും എല്ലാ ഔന്നത്യവുമുള്ള രാജാതിരാജനായ അല്ലാഹു മാത്രം ബാക്കിയാവും.
അവൻ ഈ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. എവിടെയാണ് ഞാൻ റബ്ബാണെന്ന് പറഞ്ഞവർ? എവിടെയാണ് ഞാൻ രാജാവാണെന്ന് പറഞ്ഞവർ? ഞാൻ അധികാരിയാണെന്ന് പറഞ്ഞവരെവിടെ? ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ആർക്കാണ്? ആർക്കാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, പരമചക്രാധിപതിയായ അല്ലാഹുവിന് മാത്രമാണത്. ഓതാറില്ലേ നിങ്ങൾ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. പിന്നെ എന്താ? മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമയായ അല്ലാഹ്. ഫാത്തിഹയിൽ നമ്മളത് പറയാറുണ്ട്, ഓതാറുണ്ട്. ആ രംഗത്തേക്കാണ് അല്ലാഹു നമ്മെ നയിക്കുന്നത്. മൂന്നാമത്തെ ഒരു ഊത്തുണ്ട്. ആ ഊത്തിനെ കുറിച്ചാണ് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത്. വനുഫിഖ ഫിസ്സൂർ, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുകയാണ്. ഫഇദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നവരാണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? കുഴിമാടങ്ങൾ എന്ന് പറഞ്ഞാൽ ഖബറുകൾ, അതല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഉണ്ടായിരുന്നത് അവിടങ്ങളിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകളെ കരിച്ചു കളഞ്ഞതായേക്കാം, ചില ആളുകളെ എവിടെയെങ്കിലും മത്സ്യങ്ങൾ ഭക്ഷിച്ചതായേക്കാം, ചില ആളുകളെ മൃഗങ്ങൾ തിന്നതായേക്കാം. ആരായാലും എവിടെയായാലും പിന്നെ പൊതുവിൽ പറയുന്നത് ഖബറിനെയാണ്. അതെന്തേ? മനുഷ്യന്മാരിൽ ബഹുഭൂരിഭാഗവും ഖബറുണ്ടാക്കുന്നവരാണ്, ഖബറിൽ പോയി കിടക്കുന്നവരാണ്. ഫഇദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നവരാണ്. യാസീൻ ഓതാത്ത ആരാ ഇവിടെയുള്ളത്? യാസീൻ മനപ്പാടല്ലാത്ത ആരാ ഇവിടെയുള്ളത്? ഈ രംഗങ്ങളൊക്കെ ഓരോ ദിവസവും ഓതുന്ന നമ്മളാണോ പടച്ചവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നത്? പടച്ചവനോട് യാതൊരു പ്രതിഫലത്തിന്റെ അംശം പോലും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ സമയം വിനിയോഗിക്കുന്നത് നമ്മളാണോ? ഗീബത്ത് പറയുന്നത് നമ്മളാണോ? നമീമത്ത് പറയുന്നത് നമ്മളാണോ? ഹറാം കാണുന്നത് നമ്മളാണോ? ഈ കാണുന്ന ദുനിയാവിലുള്ള ഓരോ ആസ്വാദനത്തിന്റെ പിറകിൽ പോയി അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതും അതിനുവേണ്ടി സമയം കളയുന്നതും അതിനു വേണ്ടിയിട്ട് നമ്മൾ പലരെയും ആരാധ്യ പുരുഷന്മാരായി പ്രതിഷ്ഠിക്കുന്നതുമൊക്കെ നമ്മളാണോ? അങ്ങനെയുള്ള നമ്മൾ യാസീനോടുന്നവർ നമ്മൾ അങ്ങനെയുള്ളവരാണോ? ചോദ്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ആ കുഴിമാടങ്ങൾ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഖബറുകൾ പൊതുവില് നമ്മളുടെ നാട്ടിലൊക്കെ ഓരോ ഖബർസ്ഥാനുകൾ ഉണ്ടാവും. അള്ളാഹു നമ്മളുടെ ഖബറുകളൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ. ഇതൊരവസ്ഥയാണല്ലേ, ആരുണ്ടാവില്ല അവിടെ. എല്ലാവരും മരിച്ചുപോയി മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഇടം. ഇവിടെ പുറത്തു നോക്കിയാലോ ഓരോരുത്തരും താമസിക്കുന്ന വലിയ വലിയ വീടുകൾ. ഭൂമിയുടെ മുകളിൽ അങ്ങനെയാണ്, അടുപ്പില്ല. ഓരോരുത്തരും താമസിക്കുന്നത് 20 ഏക്കർ ഭൂമിയിൽ, 5 ഏക്കർ ഭൂമിയിൽ, 1 ഏക്കർ ഭൂമിയിൽ, വേണ്ട 10 സെന്റ് ഭൂമിയിൽ, 5 സെന്റ് ഭൂമിയിൽ ഓരോരുത്തർക്കും ഉണ്ടാവും. 5 സെന്റ് ആണെങ്കിലും അത്യാവശ്യം വിശാലത ഉണ്ടാവില്ലേ? ഇവിടെയോ? ഇവിടെ ഇതാ നമ്മൾ തൊട്ടടുക്കൽ 1 സെന്റിൽ തന്നെ എത്ര ആളുകൾ, 1 ഏക്കറിൽ തന്നെ എത്രയോ ആളുകൾ. ഓരോ ഖബർസ്ഥാൻ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ? തിരിഞ്ഞു നോക്കാത്ത അയൽവാസിയായിരുന്നു, സംസാരിക്കാത്തവരായിരുന്നു, മിണ്ടാത്തവരായിരുന്നു, പണക്കാരനായിരുന്നു, ദരിദ്രനായിരുന്നു. ഇതിൽ വല്ല വ്യത്യാസവും ആ ഖബറിന്റെ ശ്മശാന ഭൂമികളിൽ നമ്മൾ കാണാറുണ്ടോ? ഖബറുകളുടെ ഭൂമികളിൽ നമ്മൾ കാണാറുണ്ടോ? ആ ഖബറുകളിൽ നിന്നാണ് മനുഷ്യരായ നമ്മൾ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത്. ഫഇദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലാഹു നിശ്ചയിച്ച ആ സമയത്ത്
നമ്മളൊക്കെ ഇങ്ങനെ ഖബറിന്ന് എഴുന്നേറ്റ് വരുന്ന ആ രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. ഇപ്പൊ നമുക്കൊക്കെ നല്ല വസ്ത്രങ്ങളുണ്ട്, കാണാൻ എന്തൊരു അലങ്കാരങ്ങളുണ്ട്, എന്തെല്ലാം നിറങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് നിങ്ങളൊക്കെ ഇങ്ങനെ അണിഞ്ഞിരിക്കുന്നത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ, എന്തെല്ലാം വർണ്ണങ്ങളിലുള്ളവരാണ്. എന്നാൽ ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴോ ഹുഫാതൻ ഉറാതൻ ഗുർലാ, കാലിൽ ചെരുപ്പില്ല, ശരീരത്തിൽ വസ്ത്രമില്ല. എങ്ങനെയായിരുന്നോ ജനിച്ചതാ രൂപത്തിൽ മാർഗം കഴിക്കപ്പെടാത്തവരായി ഓരോ സ്ത്രീയും പുരുഷനും ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം. ആ ഖബറിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെയല്ല വരിക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണോ ലോകത്ത് ജീവിച്ചത് അങ്ങനെയാണ് നിങ്ങൾ മരണപ്പെടുക. നിങ്ങൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ നിങ്ങൾ മരണപ്പെടും. നിങ്ങൾ ഈമാനോടെ ജീവിച്ചോ, നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ചോ, നിങ്ങൾ തദ്രീസും തഅലീമും നടത്തി ജീവിച്ചോ, നിങ്ങൾ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ജീവിച്ചോ, എങ്കിൽ നിങ്ങൾക്ക് അതിനനുസൃതമായി അല്ലാഹു തആല നല്ല യാത്രയപ്പ് നൽകും. മുഅ്മിനീങ്ങളായ ആളുകളിലൂടെ ഈമാനിന്റെ വെളിച്ചമുള്ള മരണം നൽകും നിങ്ങൾക്ക്. നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തഖ്വയോടെയുള്ള മരണം നൽകും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ എങ്ങനെ മരണപ്പെട്ടോ അങ്ങനെ നിങ്ങൾ ഖബറുകൾക്കകത്ത് നിന്ന് പുനരുദ്ധരിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. വല്ലാത്തൊരു വാക്കാണ് ആ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ മരണപ്പെട്ടോ, നിങ്ങൾ ഇങ്ങനെ സിനിമ കണ്ടിട്ടാണോ മരണപ്പെട്ടത്? നിങ്ങൾ ഹറാമായ കാര്യങ്ങളിൽ സമയം ചെലവഴിച്ചിട്ടാണോ മരണപ്പെട്ടത്? നിങ്ങളുടെ അവസാന സമയങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളിലായിരുന്നോ? ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണോ? നമ്മൾ അങ്ങനെയാ മരണപ്പെട്ടത് എങ്കിൽ അങ്ങനെ നിങ്ങൾ വരേണ്ടി വരും. ഞാനൊരു ഉദാഹരണം പറയാം. ഹബീബായ സയ്യിദ് അല്ലാഹു തആല ഖുർആനിൽ പറയുന്ന കാര്യമുണ്ടല്ലോ. എങ്ങനെയാണ് പലിശയുമായി ബന്ധപ്പെട്ടവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക? അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. എന്താണല്ലേ, നമ്മളൊക്കെ പഴയ കാലത്ത് ഒരാളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിനൊരു വലിയ ഭംഗിയും സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ വീടായിരുന്നു. ഒരു 30 കൊല്ലം മുമ്പൊന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. അതിനർത്ഥം ഇപ്പൊ വെക്കുന്ന വീടുകളൊക്കെ അങ്ങനെയുള്ള വീടുകളാന്നല്ല. എന്ന് പറഞ്ഞാല് ഗൾഫിൽ പോയ ആളുകൾ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾ ഒരു വീടുണ്ടാക്കണമെങ്കിൽ 5 കൊല്ലം 10 കൊല്ലം ചുരുങ്ങിയത് കഷ്ടപ്പെട്ട്. എന്നിട്ടോ ആ വീടുണ്ടാക്കാൻ ചെലവഴിച്ച തുക എത്ര ചെലവായിരുന്നു? ചെറുതായിരുന്നു. എന്താ കാര്യം? അവർക്ക് ആ അധ്വാനത്തിന് ഒരുപാട് കഷ്ടപ്പാടിന്റെ, വേവലാതിയുടെ, വിഷമത്തിന്റെ സമയം ചെലവഴിക്കേണ്ടിയിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഏതെങ്കിലും 3 വർഷം കൂടുമ്പോൾ വന്നിട്ട് തറയിടും. 3 വർഷം കഴിഞ്ഞിട്ട് അത് എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ച് അത് കെട്ടിത്തേച്ച് വാർക്കും. അത് കഴിഞ്ഞ് പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടും മറ്റും ഒക്കെ ആയിട്ടൊരു ചെറിയ കൊച്ചു കൂര. എന്നെങ്ങനെയാ വീടവൻ വെക്കുന്നു, അവന്റെ അടുക്കൽ 10 പൈസ ഇല്ല. അവൻ നമ്മളോടൊക്കെ പറയും, അസ്സലാമു അലൈക്കും, ദ്വാരക്കണം, ഞാൻ നല്ലൊരു വീട് പണിയുന്നുണ്ട്, വീടിന്റെ ഫോട്ടോ കാണിച്ചു തരുന്ന. പൈസ ഒന്നുമില്ല. എല്ലാം സത്യം പറയണം ഉസ്താദേ, കയ്യിൽ പൈസ ഒന്നുമില്ല, പക്ഷെ വീട് ഇങ്ങനെ പണിയുന്നത് കാണാം. ഞാൻ ആക്ഷേപിക്കുകയല്ല, നിങ്ങളാരും വീട് പണിതോ? 6 മാസം കൊണ്ട് വീടൊക്കെ പണിതു. ഉദ്ഘാടനത്തിന് നമ്മളെയൊക്കെ വിളിച്ചു. നമ്മളിങ്ങനെ ചൊല്ലുന്നു, ഹായ്, എന്തൊരു ഭംഗിയുള്ള വീട്, എന്താ സ്റ്റൈൽ കൊടുകൈ, അതിലൊക്കെ ഉണ്ട്, ഇന്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവൻ കാര്യമായിട്ട് പണിയൊന്നുമില്ല. എന്നാ അവന്റെ അടുക്കൽ എന്തെങ്കിലും ബാക്കപ്പ് ഉണ്ടായിരുന്നോ? അതുമില്ല. യാതൊന്നും ഉണ്ടായിരുന്നില്ല. അന്വേഷിച്ച് നോക്കിയിട്ട് ഒന്നും പറഞ്ഞില്ല. നടന്നു. അതൊക്കെ പടച്ചോന്റെ കുതിരത്ത് എവിടുന്നാ വന്നതൊന്നും അറിയില്ല, കൃത്യമായിട്ട് അറിയാം. കാരണം 6 മാസം കഴിഞ്ഞപ്പോഴുണ്ട് ഫോണ്. വലിയ വിഷമത്തിലാണ്, കഷ്ടപ്പാടിലാണ്. എന്താ കാര്യം? ഇതിനു വേണ്ടിയിട്ട് എടുത്ത 10 ലക്ഷം എടുത്തിരുന്നു, പിന്നെ അത് 15 ആക്കി, പിന്നെ അത് 20 ആക്കി. അത് തിരിച്ചടക്കാൻ കഴിയുന്നില്ല. അവിടെ പ്രശ്നമായിട്ടുണ്ട്. ദ്വാരക്കണം, അതിനും ദ്വാരക്കണം, വീടുണ്ടാക്കാനും ദ്വാരക്കണം, പിന്നെ പലിശ കിട്ടാനും ദ്വാരക്കണം, ബാങ്കിൽ നിന്ന് പാസ്സാവാനും ദ്വാരക്കണം. നമുക്ക് ഉസ്താദുമാർക്ക് ഒരൊറ്റപ്പണി, എന്ത്? ദ്വാരക്ക് തന്നെ.
എവിടുന്ന് കിട്ടിയതാണ്? ആര് പറഞ്ഞു പലിശക്ക് വീട് വെക്കാൻ? ആ വീട്ടിൽ എങ്ങനെയാണ് മനുഷ്യ സമാധാനം ഉണ്ടാവുക? ആ വീട്ടിലെങ്ങനെയാണ് മക്കൾക്ക് റാഹത്തോടെ കഴിയാൻ സാധിക്കുക? പിന്നെ എങ്ങനെയാണ് അവന്റെ ജോലിയിൽ ഖൈറുണ്ടാവുക, ബറക്കത്തുണ്ടാവുക? പലിശ എന്ന് പറയുന്നത് വിഷയമേ അല്ലാതെയായി മാറിയിരിക്കുന്നു. ഞാൻ ഉദാഹരണം പറയാൻ സൂചിപ്പിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാര്യം? ദുനിയാവിലുള്ളതിൽ ഒരുപാട് ഭവിഷ്യത്തുകളുണ്ട്, ഒരുപാട് ഭവിഷ്യത്തുകൾ. പലിശക്ക് ലോൺ എടുത്തിട്ട് കച്ചവടം തുടങ്ങിയവനാണ്. എല്ലാരും ബിസിനസ്. എന്താ പരിപാടി? വലൈക്കും സ്ലാം. എന്താ പേര്? പരിപാടി ബിസിനസ് ആണ്, കാര്യമായിട്ട് ബിസിനസ്. എന്താ ബിസിനസ്? ബിസിനസിന് എവിടുന്ന കാശ്? കാശ് തന്നെ ബാങ്കുകളൊക്കെ റെഡിയാണ് കൊടുക്കാൻ. ആധാരം കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി. ഞാൻ ഈ പുതിയ തലമുറ, ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വീട് പണിയുന്ന ആൾ, ആ വീട് പണിയുന്ന ഭൂമി ആകെ 10, 4, 5 സെന്റ് ഉണ്ടാവുള്ളൂ. ആ ഭൂമി കൊണ്ടുപോയിട്ട് അതിന്റെ ആധാരം പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട്, പലിശയുടെ പൈസ കൊണ്ട് വീട് വെക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഡ്ഢിത്താണ്! എത്ര വലിയ വിഡ്ഢിത്താണത്! ഭൗതികമായിട്ടുള്ള വിഡ്ഢിത്തം ഞാൻ പറയണത്. മഖ്ബറയുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രിയങ്കരനായ ആത്മീയ നേതാവായ സയ്യിദ് അവർകൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഇൽമിന്റെ മജ്ലിസിൽ, ഞാൻ ഒരുപാട് ഖുർആൻ ഓതിയ മജ്ലിസാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ദുആ ചെയ്യാൻ പോകുന്ന സദസ്സാണ്. പലിശയുമായി ബന്ധപ്പെട്ട ഒന്നുമേ പടച്ചവൻ ബർക്കത്ത് ചെയ്യുകയില്ല. അതിൽപ്പെട്ട ഒന്നും അള്ളാഹു ബർക്കത്ത് ചെയ്യൂല. ഇനി നീ ആ പൈസ ഉപയോഗിച്ചിട്ട് വലിയ ബിസിനസ് ചെയ്തു, നിനക്ക് ലാഭം കിട്ടിയത് കൊണ്ട് നീ അങ്ങോട്ട് സ്വതക്ക ചെയ്തു, നീ അത് ഉപയോഗിച്ചിട്ട് വലിയ ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു. അടിസ്ഥാനം ഈ റിബയായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹു അത് സ്വീകരിക്കുക? നീ അത് ഉപയോഗിച്ച് മക്കൾക്ക് അന്നം കൊടുത്താൽ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഇതിലൊരു 90% ആളുകളും ഒരു 10% ഉണ്ടാവും എന്ത് എട്ടങ്ങേറായിട്ട്, ഇനി അതല്ലാതെ വേറെ മാർഗമല്ല, എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ബഹളാക്കിയിട്ട് ഓൽക്ക് അഡ്ജസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ ഓൽക്ക് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളിനോ വേണ്ടിയിട്ട് പറയുന്ന സംഗതി അല്ലാതെ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിട്ട് അങ്ങനെ വന്നപ്പെടും. ബാക്കിയുള്ള 90% എങ്ങനെയാണ്? ഈ അടുത്ത് മോളുടെ കല്യാണം നടത്തിയ ഒരാൾ തന്റെ കച്ചവട സ്ഥാപനം വിൽക്കാൻ വേണ്ടിയിട്ട് എന്നോട് ദുആ ഇറക്കാൻ പറഞ്ഞു. ഞാൻ അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ കൊടുക്കട്ടെ. അപ്പൊ എങ്ങനെയാണ് കച്ചവട സ്ഥാപനം വെക്കേണ്ടി വന്നത്? മോളുടെ കല്യാണം നടത്തി. മോളുടെ കല്യാണം നടത്തിയപ്പോ എന്താ കാര്യം? മോളുടെ കല്യാണം നടത്തുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ മോളുടെ കല്യാണം നടത്തിയതാണ്. അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ചിക്കൻ ഇനി എങ്ങനെയൊക്കെ ചിക്കൻ അത് പിന്നെ പ്രതിഷേധിക്കും ചിക്കനുകളൊക്കെ. കാരണം ആ രീതിയിൽ കരിച്ചത്, പൊരിച്ചത്, ബോധം കെടുത്തിയത്, ആളെ പേടിപ്പിക്കുന്നത്, നിൽക്കുന്നത്, ഇരിക്കുന്നത്, മട്ടന്റെ അപ്പുറത്ത്, ചിക്കന്റെ ഇപ്പുറത്ത് ഒരു വലിയ ലോകമാണ്. പ്രൗഢിയുടെയും ഈ സമൂഹത്തെ വല്ലാതെ കണ്ണു തള്ളിക്കുക എന്നുള്ളതാണ് കുറെ ആളുകളുടെ ലക്ഷ്യം. ഇപ്പൊ ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ആളുകൾ കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച, ഞാൻ ഉൾപ്പെടെ, എന്താണ് നമ്മളത് ഇങ്ങനെ അറിയാതെ നോക്കിപ്പോയത്, വൈവിധ്യങ്ങളാർന്ന ഭക്ഷണങ്ങൾ നിറഞ്ഞിരിക്കുന്ന കല്യാണങ്ങൾ. ഈ രീതിയിൽ കല്യാണം നടത്തി ഇങ്ങനെ കല്യാണങ്ങളൊക്കെ പെട്ടെന്നല്ല, ഒക്കെ അതിനൊക്കെ എന്താ പറയാ, ഒക്കെ അങ്ങനെയാണ്. നിങ്ങൾ സാമാന്യവൽക്കരിക്കരുത്, എല്ലാം അങ്ങനെയാന്ന് വിചാരിക്കരുത്. പക്ഷെ ഇങ്ങനെ ചെയ്ത ഒരാള് ആകെ പെട്ടുപോയി, ഒരു രക്ഷയില്ല. ആകെയുള്ള മാർഗം എന്താണ്? ഒന്നുകിൽ അടുത്ത പലിശക്ക് എടുക്കണം, അല്ലെങ്കിൽ കച്ചവടം ഒഴിവാക്കിയിട്ട് അത് വിൽക്കണം, വിറ്റു. അതാണ് കാര്യം. നശിക്ക യംഹഖുല്ലാഹു റിബ എന്ന് ഖുർആൻ പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ പലിശയെ അള്ളാഹു അങ്ങ് മായ്ച്ചു കളയുന്ന. അങ്ങനെ വീട് വെച്ചാൽ അത് അവനുള്ളതല്ല, അവന്റെ ബാക്കി തലമുറക്കുള്ളതല്ല. അങ്ങനെ കച്ചവടം നടത്തിയാലും അങ്ങനെയാണ്. മനസ്സിൽ അല്ലാഹു സമാധാനം തരൂല. ഈമാനുള്ളവരെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കച്ചവടത്തെക്കുറിച്ചോ നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചോ വീടിനെ കുറിച്ചോ അല്ല, അത് പലിശയിൽ അധിഷ്ഠിതമാകുന്നതിനെ കുറിച്ചാണ്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവരെങ്ങനെയാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക? ഓരോരുത്തർക്കും ഓരോ ശിക്ഷകളുണ്ട്. ഖബറിന്ന് പോലെ എഴുന്നേറ്റ് വരുന്നത് ഖുർആൻ പറയുന്നുണ്ട്, ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ എങ്ങനെയാ വരിക?
ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പൈശാചികമായ ബാധയേറ്റവൻ ഇഴഞ്ഞു വരുന്നത് പോലെ. അതായത് ഖബറിന്നവരിങ്ങനെ എഴുന്നേറ്റ് ഇഴഞ്ഞു വരും, എന്നിട്ട് ആ മഹ്ശറിലേക്ക് പോവുക. അള്ളാന്റെ ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ ഖബറുകളിൽ നിന്ന് വരുന്നത് അലാ ഖദ്രി അഅമാലിഹിം, ഓരോരുത്തരും അവരുടെ അമലുകൾക്കനുസൃതമായാണ്. നല്ല മനുഷ്യന്മാരുണ്ടാവും, അവര് ഖബറിൽ നിന്ന് ആനന്ദത്തോടെ എഴുന്നേറ്റ് വരും. അവരുടെ ശരീരത്തിലുള്ള പൊടികളൊക്കെ ഇങ്ങനെ തൂത്തുകളയും. എന്നിട്ട് അവരിങ്ങനെ മഹ്ശറിലേക്ക് നടന്നു പോകും. മറ്റു ചില ആളുകൾ ഉണ്ടാവും, അവർ മഹ്ശറിലേക്ക് മൃഗപ്പുറങ്ങളിൽ പോകും. മൃഗങ്ങൾ ഏതായിരിക്കും? അവര് ചെയ്ത സൽക്കർമ്മങ്ങളെ അല്ലാഹു ഒരു മൃഗത്തിന്റെ രൂപത്തിൽ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ടുണ്ടാവും. എത്രേ അങ്ങനെ കാണാം. നമ്മുടെ നിസ്കാരം നോമ്പും ഒക്കെ അള്ളാഹു നല്ല ഒരു മൃഗത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ ഖബറിന്റെ പുറത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ മുഅ്മിനീങ്ങൾ അതിന്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ മഹ്ശറിലേക്ക് പോകും. മഹ്ശറിലെത്തിയാൽ നമ്മളവിടെ ഇറക്കും, മഹ്ശറിലേക്ക്. അത് കഴിഞ്ഞാലോ അതല്ലെങ്കിലോ ചില ആളുകൾ ഇങ്ങനെ നടന്നു പോകും. റസൂലുള്ളാഹി പറയുകയാണ്, ചില ആളുകൾ മുട്ടുകുത്തിപ്പോകും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മറ്റു ചില ആളുകളുണ്ടല്ലോ, അവര് പോകുന്നത് കിടന്നിട്ടിങ്ങനെ ഇഴഞ്ഞു പോകും. മറ്റു ചില ആളുകൾ അവരുടെ കാലുകൾ മുകളിലേക്കാക്കി അവരുടെ മുഖം കുത്തിയിട്ട് അവരിങ്ങനെ നടന്നു പോകുന്നതാണ്. കാലിങ്ങനെ മുകളിലേക്കാക്കി. ഇതുവരെ പറഞ്ഞപ്പോ സ്വഹാബികൾ നിശബ്ദത പാലിച്ചു. ഇത് കേട്ടപ്പോ അവര് ചോദിച്ചു, നബിയെ അതെന്താണ്, എങ്ങനെയാണ് അവരങ്ങനെ പോകുന്നത് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, സ്വഹാബികളെ, ഇന്നല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം, ഏതൊരു റബ്ബാണോ അവിടെ രണ്ട് കാലിന്റെ മുകളിൽ നിർത്താൻ കഴിഞ്ഞാൽ, നടത്താൻ കഴിഞ്ഞയാൽ, ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അവരുടെ മുഖം താഴെയാക്കി കാലുകൾ മുകളിലാക്കി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നവനാണ്. മഹ്ശറിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്ത സന്ദർഭമായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ നമ്മളുടെ നാട്ടിലുള്ള ഖബർസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോഴെന്തായിരിക്കും അവസ്ഥ? നമ്മളുടെ വാപ്പ അവിടെ ഉണ്ടാകും, ഉമ്മ അവിടെ ഉണ്ടാകും, അനുജൻ അവിടെ ഉണ്ടാകും, നാട്ടുകാരവിടെ ഉണ്ടാകും. നമ്മൾ പൊതുവിലൊരു സാമാന്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? ഏറെക്കുറെ നമ്മളുടെ നാട്ടിലുള്ള ഖബർസ്ഥാനിലായിരിക്കും ഇപ്പൊ ഈ പറയുന്ന ഈ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷ ആളുകളും സഹോദരിമാരും ഒക്കെ നമ്മളുടെ നാട്ടിലെ ഖബർസ്ഥാനിലായിരിക്കും. അങ്ങനെയല്ലേ? കളത്തൂരിലുള്ള ആളുകള് കളത്തൂരിലെ ഖബർസ്ഥാനില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഖബറിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഉമ്മയെ കാണുകയാണ്, വാപ്പയെ കാണുകയാണ്, പെങ്ങളെ കാണുകയാണ്, ജ്യേഷ്ഠനെ കാണുകയാണ്. കാണുമ്പോ എന്താ പറയാ? നല്ലവരാണോ? നിങ്ങൾ നല്ലവരായിരുന്നോ? മക്കളെ അദബ് പഠിപ്പിച്ചവരായിരുന്നോ? ഭർത്താവിനെ സുബഹിക്ക് എഴുന്നേൽപ്പിച്ച ഭാര്യയായിരുന്നോ? മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്ത മക്കളായിരുന്നോ? നേരായ മാർഗത്തിലൂടെ മക്കളെ കൊണ്ടുപോയ മാതാപിതാക്കളായിരുന്നോ? എങ്കിൽ നിങ്ങൾ അവരോട് പരസ്പരം സംസാരിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട്, ഹാദാ മാ വഅദർ റഹ്മാനു വസ്സദഖൽ മുർസലൂൻ. പടച്ചോനെ, അങ്ങനെ പറയുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ റബ്ബേ. അങ്ങനെ പറയുന്ന എന്താ പറയാ? ഇത് തന്നെയാണ് അല്ലാഹു നമ്മളോട് വാഗ്ദാനം ചെയ്ത കാര്യം. ഇതങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖബറിന് നമ്മൾ രണ്ടാമത് ജീവിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മഹ്ശറിലേക്ക് നമ്മൾ പോവേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണിത്. വസ്സദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ നമ്മളോട് സത്യസന്ധമായി പറഞ്ഞ കാര്യങ്ങളും ഇത് തന്നെയാണ്. ഓർത്തു നോക്കണേ മുഅ്മിനീങ്ങളെ. എന്നാൽ അവിടെ ഉണ്ടാകും ചില ആളുകൾ, അവർ മാതാപിതാക്കളെ ദ്രോഹിച്ചവരായിരുന്നു, അവരുമ്മയെ ചവിട്ടി പുറത്താക്കിയവരായിരുന്നു, അവരുപ്പയെ അനുസരിക്കാത്തവരായിരുന്നു, അവര് മക്കളെ
മക്കളെ നേരായ മാർഗത്തിലേക്ക് വഴി നടത്താത്തവരായിരുന്നു. മക്കളിങ്ങനെ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോ മക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തവരായിരുന്നു. ഒരു ദിവസം പോലും സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളെ ആ ഉമ്മയോ ബാപ്പയോ വിളിച്ചിരുന്നില്ല. ഒരു ദിവസം പോലും അവരെന്തിനു വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്ന പൈസ ഉപയോഗിക്കുന്നത് എന്ന മാതാപിതാക്കൾ അന്വേഷിച്ചിരുന്നില്ല. അങ്ങനെ മക്കള് വഴിതെറ്റാൻ കാരണക്കാരായവരാണ്. ആ ഭാര്യയും ഭർത്താവും ഒന്നും ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് അവർ ചിന്തിച്ചിട്ടില്ല. അവരെന്താ പറയാ? യാ വൈലനാ മംബഅസനാ മിൻ മർഖദിനാ. ഇതൊക്കെ നമ്മള് വെറുതെ ചെവിയിട്ട് കേക്കല്ല മുഅ്മിനീങ്ങളെ. നമ്മൾ ഒന്ന് യാസീനാണ്. എന്താ പറയുന്നത്? പടച്ചവനെ, ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളെ ഈ ഉറക്കറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് എന്ന് പറയുക മാത്രമല്ല, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. ഓടും, ഓരോരുത്തരോടും മിൻ അഖീ, സഹോദരനിൽ നിന്ന് ഓടും. അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. അയൽവാസിയാണ്, അവനെ ഉപദ്രവിച്ചവനായിരുന്നു, ജ്യേഷ്ഠനാണ്, അവന്റെ സ്വത്ത് തട്ടിയെടുത്തവനായിരുന്നു. ഓടുകയല്ലാതെ നിർവാഹമുണ്ടോ? ഹാബീൽ ഓടാൻ തുടങ്ങും. ഹാബീലിൽ നിന്ന് ആദ്യമായിട്ട് ഓടുന്നത് അവരായിരിക്കും. വ ഉമ്മിഹി വ അബീ, ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഓടുന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ കൻആനാണ് ലോകത്താദ്യമായിട്ട് ഓടുക എന്ന് തഫ്സീറുകളിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പിന്നാലെ, അവന്റെ പിന്നാലെ ലോകത്തിങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ ഇങ്ങനെ ഓടാൻ തുടങ്ങും. അവരോടുകയാണ്, അവർ മഹ്ശറിലേക്ക് ഓടുകയാണ്, മഹ്ശറിലും അവരോടുകയാണ്. പിന്നെ ആരാണ്? വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് വാപ്പയായ ആസർ ഓടാൻ തുടങ്ങും. നൂഹ് നബി അലൈഹിസ്സലാമിൽ നിന്നും ലൂത്ത് നബി അലൈഹിസ്സലാമിൽ നിന്നും തങ്ങളുടെ ഭാര്യമാരോടാൻ തുടങ്ങും. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. മഹ്ശറിലേക്കുള്ള പ്രയാണമായി കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. മഹ്ശറെ അല്ലാഹു മറ്റൊരു ലോകമായി സംവിധാനിച്ചിരിക്കുകയാണ്. ലാ തറാ ഫീഹാ ഇവജം വലാ അമതാ. അവിടെ ഒരു ഉയർച്ച കാണാൻ കഴിയില്ല, ഒരു താഴ്ച അവിടെ കാണാൻ കഴിയില്ല. മഹ്ശറിന്റെ ഏകാന്തത അതൊരു വല്ലാത്ത ലോകമാണ്. ഏകാന്തത എന്ന് ഞാൻ പറയുന്നത് കോടാനക്കോടി ജനങ്ങൾ അവിടെ ഉണ്ടാകും. ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യർ വരെയുള്ളവരവിടെ ഉണ്ടാകും. പക്ഷേ ഓരോരുത്തർക്കും തോന്നുന്നത് എന്താണ്? അല്ലാ, ഞാൻ ഇവിടെ ഒറ്റക്കാണോ? എന്റെ കൂട്ടുകാരെ, ഫുട്ബോൾ കണ്ട് ആർത്തു വിളിക്കാൻ നിങ്ങളുടെ കൂടെ ആളുകളുണ്ട്. സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഉറക്കെ വിളിക്കാൻ നമ്മളുടെ കൂടെ ആളുകളുണ്ട്. ചെന്മാടിത്തരങ്ങൾക്ക്, കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടായി പോകാൻ നമ്മളുടെ കൂടെ ആളുകളുണ്ട്. മശ്ശറാവൻ സഭയിൽ ഒരാളും നിന്റെ കൂടെ ഉണ്ടാവുകയില്ല. ഇവിടെ നമ്മുടെ കൂടെ ഭർത്താവുണ്ട്, പെങ്ങളെ, വീട്ടുകാരുണ്ട്, സഹോദരിമാരെ, നമ്മളുടെ കുടുംബക്കാരുണ്ട്, കൂട്ടുകാരികളുണ്ട്, പലരുമുണ്ട്. പക്ഷേ മശ്ശറിന്റെ ഏകാന്തത തന്നെയായിരിക്കും. അവിടെ ഒരാളും നമ്മെ സഹായിക്കാനില്ല. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. ഇബാദത്ത് ചെയ്യുമ്പോ മഹ്ശറിനെ ഓർക്കണേ. തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇങ്ങനെ സംജാതമാകുമ്പോ, പടച്ചവനെ, ഞാൻ ആ ഏകാന്തതയിൽ നിൽക്കുമ്പോ ആരാണ് എന്നെ സഹായിക്കാനുണ്ടാവുക എന്ന് ചിന്തിക്കണേ. മഹ്ശറിന്റെ ഏകാന്തതയിലേക്ക് നമ്മൾ പോകുമ്പോ ചെറിയ സമാധാനങ്ങൾ അല്ലാഹു ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. ലോകം പ്രയാസത്തിൻ്റെതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, എങ്ങനെയുണ്ടാകും നിങ്ങൾക്ക് അമ്പുകൾ തുരുതുരാ വെക്കുന്ന ആവനാഴിയിൽ ഇങ്ങനെ വെച്ചാൽ
എങ്ങനെ ഉണ്ടാവും? അതുപോലെ ആയിരിക്കും മഹ്ശറിൽ നിങ്ങൾ.